കലാകാരന്മാരുടെ പേരിനോടൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കപ്പെടുന്നത് സ്ഥാപനത്തിന് കളങ്കം. നർത്തകൻ RLV രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ പ്രസ്താവനകളെല്ലാം തള്ളി കേരള കലാമണ്ഡലം പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് സത്യഭാമയുടെ പ്രസ്താവനകളും പ്രതികരണങ്ങളും നിലപാടുകളും പൂർണ്ണമായും നിരാകരിക്കുന്നതായി അറിയിച്ചത്. കലാമണ്ഡലം സത്യഭാമയുടേതായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും നിലപാടുകളും കേരള കലാമണ്ഡലം പൂർണ്ണമായും നിരാകരിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നു. ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളുടെ പേരിനോടൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കപ്പെടുന്നത് സ്ഥാപനത്തിന് കളങ്കമാണ്. കേരള കലാമണ്ഡലത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഇവർക്ക് കലാമണ്ഡലവുമായി നിലവിൽ ഒരു ബന്ധവുമില്ലെന്ന് കലാമണ്ഡലം പ്രസ്താവിക്കുന്നു. സത്യഭാമയുടെ പരാമർശത്തിനെതിരെ നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്തെത്തുന്നത്. നിറമല്ല കലയാണ് പ്രധാനമെന്നും മനുഷ്യത്വവും മാനവികതയും കൂടി ചേരുന്നതാണ് കല എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഒരാൾ അധിക്ഷേപിക്കപ്പെടുമ്പോൾ കലയും സംസ്കാരവും മരിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ കറുപ്പ് താൻ എനക്ക് പൊടിച്ച കളറ് എന്നാണ് V ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത്. വിഷയത്തിൽ ഡോക്ടർ RLV രാമകൃഷ്ണന് അദ്ദേഹം ശക്തമായ പിന്തുണ അറിയിക്കുകയും ചെയ്തു. കലാമണ്ഡലം സത്യഭാമയുടെ നടപടി സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. കലാമണ്ഡലം എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ പേര് കൂടെ ചേർക്കാൻ പോലും ഇത്തരം സങ്കുചിത ചിന്തകളും കൊണ്ട് നടക്കുന്നവർക്ക് യോഗ്യതയില്ല. നിറത്തോടുള്ള പരിഹാസം എന്നതിലുപരിയായി അന്തർലീനമായുള്ള ജാതിചിന്ത കൂടെയാണ് അവരുടെ വാക്കുകളിൽ നിന്നും വെളിവാകുന്നതെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മോഹിനിയാട്ടത്തിൽ PhD ഉള്ളയാളും MG സർവകലാശാലയിൽ നിന്നും MA മോഹിനിയാട്ടം 1ാം റാങ്കോടെ പാസ്സാവുകയും ചെയ്ത കലാകാരനാണ് RLV രാമകൃഷ്ണൻ. സത്യഭാമ അപമാനിച്ച കറുത്ത നിറമുള്ളവർക്കും അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്കും എല്ലാ അവകാശങ്ങൾക്കും വേണ്ടി പോരാടി നേടിയെടുത്ത പുരോഗമന ചരിത്രമാണ് കേരളത്തിനുള്ളത്. കല ആരുടെയും കുത്തകയല്ല. RLV രാമകൃഷ്ണന് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. ഈ അവസരത്തിൽ കലാമണ്ഡലം സത്യഭാമ പ്രസ്താവന പിൻവലിച്ച് RLV രാമകൃഷ്ണനോടും സാംസ്കാരിക കേരളത്തോടും മാപ്പ് പറയണമെന്നും മന്ത്രി സജി ചെറിയാൻ ആവശ്യപ്പെട്ടു.